ഹലോ, ഇന്ന് ഇന്റർനാഷണൽ മാംഗോ ഡേ ആണ്. ഇന്ന് ഫ്രൂട്ടറി വന്നിരിക്കുന്നത് സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജീവിതം മുഴുവൻ മാമ്പഴത്തിനും മാവുകളുടെ സംരക്ഷണത്തിനും വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരാൾ. അതെ, ശ്രീ ശങ്കരൻ നമ്പൂതിരി, ദി മാംഗോ മാൻ ഓഫ് കേരള. മാംഗോ മാൻ എന്നുള്ള പേര് നാം ആരാണ് ആദ്യം വിളിച്ചത്? സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് പറയട്ടെ. മാംഗോ മാൻ അല്ല, ഞാൻ ആ പേരിനെ അതിലേക്കെന്നാവില്ല ഞാൻ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ. ഇപ്പം അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ നെറ്റിക്കൂടെയും അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള പലരുടെയായിട്ടും പറയണത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത വ്യക്തി ഒരു പക്ഷെ ഞാനായിരിക്കും തന്നെ പറഞ്ഞു. അമേരിക്ക യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ ഒരു 400 വെറൈറ്റി കണ്ടത്. അവിടെ 400 ഉള്ളൂ. നമ്മൾ 50 നമ്പറിലൂടെ നിർത്തിയാൽ മതി. അതിലധികമാണ്. ഫ്രൂട്ട്സിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, വെജിറ്റബിളിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ മാംഗോ മാത്രം, അല്ലെങ്കിൽ മാംഗോനോട് ഇത്ര ഇത് തോന്നാൻ കാരണം? അല്ലാതെ 2 കാരണമാണ്. ഒന്ന്, അതിലെ വൈവിധ്യമാണ്. എപ്പോഴും നമ്മൾ വൈവിധ്യത്തെയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അല്ലെങ്കിൽ ഓരോ വെറൈറ്റി ആണെങ്കിൽ നമുക്ക് മടുത്തു പറയില്ലേ? അതെ അതെ, അതൊരു സത്യമാണ്. ആ സത്യം മാത്രം ചെയ്തു എന്ന് വിചാരിച്ചാൽ ഈ മാംഗോയിലെ ഞങ്ങളൊരു 10-15 വെറൈറ്റിയെ ചെയ്യുന്നുള്ളൂ. അതായത് ഞങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് മാങ്ങ കച്ചവടം ചെയ്യാം. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, നിങ്ങളെ പോലെ അല്ല. അപ്പം ഞങ്ങളൊരു 10-15 വെറൈറ്റി ചെയ്യുന്നുള്ളൂ. ഈ മാംഗോ സീസൺ വന്ന് ഞങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. ഏത് ഞാൻ വേറൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണമായിരിക്കും, പക്ഷെ ഒരു ദിവസം ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ദിവസം ഇന്നിപ്പോ മല്ലിക ആണെങ്കിൽ നാളെപ്പം എന്താ പറയാ നീലം കഴിക്കണം. അപ്പൊ മല്ലിക പറഞ്ഞാൽ കുറച്ചൊരു എന്താ പറയാ നല്ല കളറും നല്ല എന്താ പറയാ കൊഴുപ്പും മധുരവും കൂടിയാണ്ടുള്ള ഒരു മാങ്ങയാണ്. നേരെ കുറച്ച് നീലനിലോട്ട് പോകുമ്പോൾ കുറച്ച് കട്ടിയുള്ള സാധനം. അത് ഓരോ ഇപ്പൊ പല ആൾക്കാർ വന്നെടുക്കും ഏതാണ് ഏറ്റവും മധുരം. ശരിക്കും മാങ്ങക്ക് മധുരമല്ലല്ലോ. അല്ല, ആ ഒരു ഉത്തരം ആർക്കും പറയാൻ പറ്റില്ല. കൺഫ്യൂഷൻ. അത് ഓരോന്നിനും ഓരോന്നിനോടാണ് അധികം ഇഷ്ടപ്പെടുന്നത്. ഓരോന്നിനും ഓരോ യുണീക്ക് ആയിട്ടുള്ള അതന്നെ. അതുകൊണ്ട് തന്നെയാണ് അതിൽ വേർതിരിവ് വന്നത്. അതാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്. ഇത്രയും ഇപ്പൊ ഞാനിവിടെ തന്നെ നമ്പറുകൾ ഉണ്ടെങ്കിൽ ഒന്നിനു പോലെയല്ല. അപ്പോഴും ഇനി എത്ര ബാക്കി കിടക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെ ഇതിന് അവസാനം? ഇപ്പം ജൂലൈ 22 മാങ്ങ ദിനാണ്, മാംഗോ ഡേ ആണ്. അപ്പൊ ആ മാംഗോ ഡേക്ക് നിങ്ങൾക്ക് എന്താണ് സന്ദേശം കൊടുക്കാറ്? അല്ല, ഞാൻ ആ ഒരു ദിവസത്തിന് പ്രാധാന്യം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയാണ് മാവിൻ്റെ ഉത്ഭവസ്ഥാനം. അതൊക്കെ ഒരു പേർക്കറിയാം. ഇത്രയും വൈവിധ്യമുള്ള പഴങ്ങളിൽ മാങ്ങോളം വെറൈറ്റി ഇല്ല. അതും ഈ കൃത്രിമ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ അല്ലാത്ത തനത് വർഗ്ഗങ്ങൾ ഓരോ സംസ്ഥാനങ്ങൾക്കുണ്ട്, പ്രദേശങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ ജനങ്ങളിലെത്തിക്കുക, അത് ആ വെറൈറ്റികളെ നിലനിർത്തുക. മറ്റതിനും ഉപേക്ഷിക്കണോ അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്. ഇവർക്ക് ഒരുപക്ഷെ അതിലധികം പ്രോത്സാഹനം ഇവർക്കും കൂടി കൊടുക്കും. ഇവിടെയാണ് അധികം വൈവിധ്യങ്ങൾ. മറ്റത് വരലമ്പിൽ എണ്ണാന്നുള്ളതേ ഉള്ളൂ, ഇത് അനന്താണ്. അതാണ് ജനങ്ങളോട് പറയുള്ളത്.